അപ്പോൾ നമ്മുടെ കോവയ്ക്കെന്ന് പറയുന്നത് എത്ര പറിച്ചാലും തീരാത്ത കോവയ്ക്കാണ്. കണ്ടില്ലേ എന്തുമാത്രം കോവയ്ക്കാൻ നിൽക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി അച്ചാറും ഒരു അടിപൊളി കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അടുക്കളത്തോട്ടം ടൂറിനകത്ത് നമ്മളിത് കാണിച്ചപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അച്ചാർ ഇടണം, അതുപോലെ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണം, കുറേ നാൾ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് വേണം, ഈ കോവയ്ക്ക എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുറമൊക്കെയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു സൂപ്പർ മുറമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇതെല്ലാം പറിച്ച് വയ്ക്കാം. ഇഷ്ടം പോലെ കോവയ്ക്കാണ്. പിന്നെയും അന്ന് പിച്ചതിന് ശേഷം വീണ്ടും ഒരു മുറം കോവയ്ക്ക പിച്ചി പിന്നെയും ഇങ്ങനെ എന്താണ്ട് നിറയെ നിൽക്കുകയാണ്. അന്ന് പിച്ചിയതൊക്കെ വിളിച്ച് ഓരോരുത്തർക്കൊക്കെ അങ്ങ് കൊടുത്തു. അത് നമ്മൾ എത്ര നെല്ല് വെച്ചുകൊണ്ടിരിക്കുക. മെറിനൊക്കെ ഓരോരോ തിരക്കിലാണ്, അതുകൊണ്ട് മെറിനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെയാണ് ഇങ്ങനെ പിച്ചാനുള്ളത്. അപ്പം എല്ലാം നമുക്ക് പിച്ചിക്കൊണ്ടുവരാം. അപ്പം നല്ല സൂപ്പർ കോവയ്ക്ക കണ്ടോ, ഒരു 4-5 എണ്ണം മതി ഒരു തോരൻ വയ്ക്കാനായിട്ട്. ഇത് കണ്ടോ, ലൈനായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇനി ഒരു നാളത്തോടും കൂടെ കഴിഞ്ഞാൽ പിന്നെയും കാണും ഇഷ്ടം പോലെ പറിക്കാനായിട്ട്. ഓരോ ട്രിപ്പ് പറിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ എത്രയും കോവയ്ക്കാണ് കിട്ടുന്നത്. അപ്പം നമുക്കിത് കൊണ്ടാട്ടം ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനായിട്ടും പോകാം. നമ്മുടെ കോവയ്ക്കയൊക്കെ നല്ലതുപോലെ കഴുകി അതിൻ്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒന്ന് വാരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ആവി കയറ്റണം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അച്ചാറും ഇടാം, കുറച്ചെടുത്ത് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പോൾ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് കോവയ്ക്ക കൊണ്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കനമാവരുത്, ഒരുപാട് നൈസും ആവരുത്, ആ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നൈസ് ആകുമ്പോൾ വറുത്തെടുക്കുമ്പോൾ അങ്ങ് കരിയില മാതിരി ആയിപ്പോവും. ഇച്ചിരിയൊക്കെ കനം ഇരിക്കുന്നുണ്ട്, നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 മൂടി വിനാഗിരിയും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക അതിലോട്ട് തട്ടിയിടാം. ഇതിന് നല്ലതുപോലെ ഈ ഉപ്പും മഞ്ഞളും എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ ഈ പുളിരസം എല്ലായിടവും പിടിക്കണം. ആ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലതുപോലെ ഒന്ന് ആവി മുകളിലോട്ട് വരണം. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഒരുപാട് വെന്തൊന്നും പോകരുത്. ഇത് പച്ചയ്ക്കും ഇതേപോലെ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. ഇത് ആവി കയറ്റിയാൽ കുറച്ച് നാളും കൂടെ ഇരിക്കും. പച്ചയ്ക്കാകുമ്പം കുറച്ച് 1-2 മാസമൊക്കെ ഇരിക്കത്തുള്ളൂ. ഇതിപ്പം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടാകാതെ ഇരുന്നോളൂ. അപ്പം പച്ചയ്ക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടിയിട്ട് നമുക്കങ്ങ് വെയിലത്ത് വെച്ചാൽ മതി, അടച്ചൊന്നും വയ്ക്കണ്ട. അപ്പോൾ ഇതേപോലെ ആവി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ഒന്ന് ഇളക്കി ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക റെഡിയാവും. അപ്പോൾ എല്ലായിടും അതിൻ്റെ വേവും എത്തും. ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത്, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പം തന്നെ ആ വെള്ളം ഇത്രയും കിടപ്പുണ്ട് അതിനകത്ത്. ഒരാവിയും കൂടെ വന്നോട്ടെ, ഒന്നും കൂടെ ഇങ്ങനെ വെക്കാം, അടച്ച് വയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മാത്രം ഇത് ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക നല്ല പരുവമാവും. അപ്പോൾ നമ്മൾ 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതിന്. തന്നെ എല്ലാം കേടാകാതെ കുറേ കാലം ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് വെയിലത്തുകൊണ്ടൊന്ന് ഇടാം. നല്ല വെയിലുള്ള സമയത്ത് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 3/4 ഭാഗമെങ്കിലും ഒരു ദിവസം കൊണ്ട് ഇത് ഉണങ്ങിക്കിട്ടണം. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് നിന്നിട്ട് പിറ്റേന്ന് ഇട്ടാലും മതിയല്ലോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുടയണം. ഇതുപോലെ എല്ലായിടും അതിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം പിടിച്ചോടും. എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് വാർത്ത് ഇതിനകത്ത് അങ്ങോട്ട് ഇടാം.
ഇനി ഒരു നൈസ് തുണിക്കകത്തോ അല്ലെങ്കിൽ വാഴയിലേക്കകത്തോ കൊണ്ടുപോയി നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരു നൈസ് തുണിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലുള്ള നല്ല വാഴയില ഇട്ടുവന്നെങ്കിൽ അതിനകത്തോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ നമുക്കിത് നിരത്തി ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് വാടിക്കിട്ടും. ഒരു 4-5 ദിവസം കിടന്ന് ഉണങ്ങിക്കിട്ടണം കേട്ടോ. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് ഇത് നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടും. ഇപ്പം നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുത്തു. ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത് നമുക്ക് ആവശ്യത്തിനടുത്ത് വറുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് കോവയ്ക്ക അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കോവയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കയെല്ലാം നമ്മൾ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ലൈസ് ആവേണ്ട കാര്യമില്ല. അത് പിന്നെ ഒരു മീഡിയം ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ നമ്മൾ ഗ്യാസിൽ വെച്ചു. ഇപ്പോൾ നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കോവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു കിലോ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സ്വല്പം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് 2 പ്രാവശ്യമായിട്ട് വഴറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങൾ വലിയ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് വഴറ്റാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയ പാത്രം എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും കുറഞ്ഞ രീതിയിൽ ചെയ്യാണ്ട് ശ്രമിക്കുക. അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇച്ചിരി അളവ് കൂട്ടിയത്. ആദ്യം ഞാൻ 1/2 കിലോ ആയിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ 1/2 കിലോ ഒക്കെ ചെയ്താലും ഒരു ജാംകുപ്പിയിൽ കൊള്ളുന്ന പോലും കിട്ടത്തില്ല. അതാണ് കോവയ്ക്കയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇച്ചിരി കൂടുതലെടുത്താൽ നന്നായിരിക്കും. നമുക്ക് എണ്ണ എല്ലായിടവും ഒന്ന് ആവത്തക്ക രീതിയിൽ ഇളക്കി ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് വാടണം കേട്ടോ. എന്നാലും ഇത് അത്യാവശ്യം നല്ലതുപോലെ വാടിക്കിട്ടണം. അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഈ അച്ചാർ നമുക്ക് കുറച്ച് ദിവസം വെച്ചിരിക്കണം. അതായത് ഒരു 1-2 മാസത്തേക്ക് നമുക്ക് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്നും കൂടെ ഫ്രൈ ആക്കണം. അതെല്ലാം നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ടൊക്കെ അങ്ങ് തീർക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ആയാലും മതി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാം, വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഏതെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് നാൾ ഇരിക്കണമെന്ന് ഇതാഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ഫ്രൈ ആക്കുകയാണ്. എന്നാലും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ കോവയ്ക്ക നമുക്ക് നല്ല പരുവമായിട്ടുണ്ട്. അപ്പം നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ എടുത്ത് ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെയും കൂടെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മിനി ലൈഫ് സ്റ്റൈലിനകത്ത് പലതരത്തിലുള്ളതായ അച്ചാർ ഇട്ടിട്ടുണ്ട്. ഇപ്പം മാങ്ങ അച്ചാർ, നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ, സൗത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ, നോർമലി ഉള്ള മാങ്ങ അച്ചാർ, പിന്നെ അതുപോലെ കപ്പയ്ക്ക വെച്ചിട്ടുള്ള അച്ചാർ, ബീഫ് അച്ചാർ, ചെമ്മീൻ അച്ചാർ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കുറേ പേരിട്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട കോവയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് കിടപ്പുണ്ട്. നമ്മൾ അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വല്പം എണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വാടുന്ന സമയം കൊണ്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാ സാധനങ്ങളും നമ്മൾ അടുത്തെടുത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ വിനീഗർ വേണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ടൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം നല്ലതുപോലെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലോട്ട് നമ്മൾ എന്താ വേണമെന്ന് പറയുമ്പോൾ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒഴിക്കും.
അതിലോട്ട് ഒരു 1/4 കപ്പ് വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗർ ചേർക്കുന്നത്. അതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്നതായ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ജോലി. വളരെ ഈസിയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന താമസമേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ ഉപ്പും എരിവും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി തീ കുറച്ചിട്ടിരുന്നാൽ മതി. അപ്പം നമ്മുടെ അച്ചാർ, അടിപൊളി അച്ചാർ, കോവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഇന്നും നാളെ ഒന്നും എടുക്കരുത് കേട്ടോ. അത് ഒരു ആഴ്ചയെങ്കിലും ഇരുന്ന് തണുത്ത് നല്ല എരിവും ഉപ്പും എല്ലാം പിടിച്ചതിന് ശേഷം വേണം ഇത് എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കാം. ഇത് തണുത്തിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിലിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കോവയ്ക്ക അച്ചാറും കോവയ്ക്ക കൊണ്ടാട്ടവും റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഉണക്കി വയ്ക്കണം. അപ്പം മഴയുള്ള സമയത്ത് കൊണ്ടാട്ടം ഉണ്ടാക്കാതിരിക്കുക. കാരണം ഒരു 1-2 ദിവസത്തിനുള്ളിൽ നല്ലതുപോലെ ഉണങ്ങിക്കിട്ടണം. ആദ്യത്തെ വെയിലിന് നല്ല രീതിയിൽ അത് ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഉണങ്ങിയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. പക്ഷേ എനിക്കിതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെയൊക്കെ വെയിലത്തിടണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ പാവയ്ക്കൊക്കെ ഉണക്കി വെക്കുമല്ലോ, അതേപോലെ ചക്ക ഉണക്കി വെക്കും, ചീനി ഉണക്കി വെക്കും, എല്ലാം ഉണക്കി വെക്കാറുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് കുറേ കാലം ഉണക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം കടകളിൽ കൊണ്ടു കൊടുത്താൽ പോലും കർഷകർക്കൊന്നും വില കിട്ടാത്ത ഒരു സാഹചര്യമാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോവയ്ക്ക വെച്ചിട്ട്, അതായത് നമ്മുടെ സ്വന്തം കോവയ്ക്ക കൊണ്ട് ഒരു അച്ചാറും ഈ കോവയ്ക്ക കൊണ്ടാട്ടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒരു കോവൽ തണ്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അച്ചാറിടാനും അതേപോലെ തന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കാനും കോവലിൻ്റെ പല രീതിയിലുള്ള കറികളൊക്കെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.